ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. എപ്പോഴും ചിക്കനൊക്കെ ഒരേ രീതിയിലൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ സാധാ പോലെയൊക്കെ ഫ്രൈ ചെയ്ത് എന്നാൽ കുറച്ചുകൂടി സ്പെഷ്യലായിട്ടൊക്കെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് വെക്കാൻ പറ്റുന്ന സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും മതി. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം നല്ലോണം മിക്സ് ആക്കി എടുക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് എടുക്കാം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഒരു മുട്ടയും കോൺഫ്ലോറൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒരു മിനിറ്റ് നല്ലോണം മിക്സ് ആക്കി എടുക്കണേ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു 1 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കളർ മാറും. പക്ഷേ ഉൾഭാഗം കറക്റ്റ് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കറക്റ്റ് പാകത്തിന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ ചേർക്കുന്നുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ കൂടുതൽ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇത്തിരി കൂടി എടുക്കാം കേട്ടോ, നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ബട്ടർ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ബട്ടർ ഇല്ലെങ്കിൽ മാത്രം ഓയിലിൽ ചെയ്യാം കേട്ടോ. പിന്നെ അത്യാവശ്യം മുരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടെ അങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം ഒരു 2 to 3 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോയ സോസ് കേട്ടോ. അപ്പോൾ സോസ് കുറച്ചുകൂടെ ഒക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ അളവ് ഇത്തിരിയൊക്കെ മാറ്റം വരുത്താം. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കുക. അതായത് സോസ് ഒന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുളക് ചതച്ചത്, എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ ഉള്ളിൽ വരെ എടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലോണം അങ്ങ് മിക്സ് ആക്കി എടുക്കുക. ആ ഒരു സോസ് കാര്യങ്ങളൊക്കെ ആ ഒരു ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയാൽ മാത്രം മതി. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഒരു 1 മിനിറ്റ് നല്ലോണം മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് ഇത്ര തന്നെയുള്ള പരിപാടി. ആ ഒരു സോസ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. ബട്ടറിൽ വെളുത്തുള്ളി ഇങ്ങനെ മൂത്ത് വന്ന സമയത്ത് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതും ഈ ഒരു സോസും കൂടെ വരുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം സിമ്പിൾ റെസിപ്പിയാണ്. പക്ഷേ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതിങ്ങനെ ഓരോ പീസ് ചിക്കൻ വെറുതെ എടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്കിപ്പോൾ സ്റ്റാർട്ടറൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈറ്റാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ഒക്കെ പോലെ എന്തെങ്കിലും റൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡായിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു എഗ് ഫ്രൈഡ് റൈസാണ് റെഡി ആക്കിയിട്ടുള്ളത്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതും അതും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ. ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. താങ്ക്